സ്റ്റേറ്റിന്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടി വോട്ടോട്ടം ഇന്ന് പത്തനംതിട്ട ജില്ലയിലാണുള്ളത്. എം.ജി. മിഥുൻ ചേരുകയാണ് പത്തനംതിട്ടയിലെ വോട്ട് വിശേഷവുമായി. മിഥുൻ, പത്തനംതിട്ടയിലെ ഏത് ഭാഗത്താണുള്ളത്? എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങളുടെ വോട്ട് വിശേഷം? അശ്വതി, തീർച്ചയായും പത്തനംതിട്ടയിലെ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് പ്രതികരണങ്ങളിലൂടെ മനസ്സിലാക്കുകയും ചെയ്തത്. അവർ ആർക്കൊക്കെയാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്, അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മളോട് കൃത്യമായി വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, പത്തനംതിട്ടയെ സംബന്ധിച്ച് ഒരു ശക്തമായ ത്രികോണ മത്സരം തന്നെ നടക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ്. BJP പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന അതായത് അവർക്ക് ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഒന്നുകൂടി ആണ് പത്തനംതിട്ട. കഴിഞ്ഞ തവണ 3 ലക്ഷത്തിനടുത്ത് കെ സുരേന്ദ്രൻ വോട്ടുകൾ നേടിയിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവർ ഇവിടെ വലിയ ഒരു വിജയപ്രതീക്ഷ അനിൽ ആന്റണിയിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ആന്റോ ആന്റണി ഈ മണ്ഡലം രൂപീകരണത്തിന് ശേഷം നടന്നിട്ടുള്ള 3 തെരഞ്ഞെടുപ്പുകളിലും വലിയ ഭൂരിപക്ഷത്തിൽ ആന്റോ ആന്റണിക്ക് വിജയിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു. 2019 ഏറ്റവും ഒടുവ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആന്റോ ആന്റണിക്കൊപ്പം ഇവിടുത്തെ ജനങ്ങൾ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ, സമീപകാലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വലിയ മുന്നേറ്റം നടത്താൻ LDFനാണ് സാധിക്കുന്നതെങ്കിൽ പോലും തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് കോൺഗ്രസിനൊപ്പം നിൽക്കുന്നതായി മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 മണ്ഡലങ്ങളാണ് ഈ ഒരു പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. 7 നിയോജക മണ്ഡലങ്ങളാണ്. അതിൽ 7 LDF സ്ഥാനാർത്ഥികൾ തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. അവിടെ ഒരിടത്ത് പോലും UDFന് വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഇത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എങ്കിൽ പോലും തന്നെ ഇത്തവണയും വലിയ പ്രതീക്ഷ തന്നെയാണ് ആന്റോ ആന്റണിയും ഒപ്പം തന്നെ UDFും വെച്ചു പുലർത്തുന്നത്. ഇത്തവണയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അത് മറികടക്കാൻ, അതായത് UDFിൽ നിന്ന് 15 വർഷമായി കൈയാളുന്ന ഈ സീറ്റ് പിടിച്ചെടുക്കാൻ അവർ ശക്തനായ പോരാളിയെ തന്നെയാണ് LDF മുന്നിട്ടിറക്കിയിരിക്കുന്നത്. LDFിന്റെ സ്ഥാനാർത്ഥിയായി തോമസ് ഐസക്, മുൻ ധനകാര്യമന്ത്രിയെ ഇറക്കിക്കൊണ്ട് അവർ ശക്തമായ ഒരു പോരാട്ടത്തിന് തന്നെയാണ് തയ്യാറെടുക്കുകയും ചെയ്തിരിക്കുന്നത്. മണ്ഡലങ്ങളിലുടനീളം നമ്മൾ സംസാരിക്കുമ്പോൾ തോമസ് ഐസക്കിന് വിജയ സാധ്യത കൂടുതലാണ് എന്നുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ധനമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം സംസ്ഥാനത്തിന് നടപ്പിലാക്കിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ അത് ഊന്നിക്കൊണ്ടാണ് പ്രചരണം നടപ്പിലാക്കുകയും ചെയ്യുന്നത്. അതിൽ മണ്ഡലത്തിലുടനീളം തോമസ് ഐസക്കിന് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യവും ജനങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ രാത്രിയോടുകൂടിയാണ് പത്തനംതിട്ടയിലേക്ക് വോട്ടോട്ടം പ്രവേശിക്കുകയും ചെയ്തത്. പിന്നീട് ജനങ്ങളുമായി ഞങ്ങൾ നിരന്തരം സംവദിക്കുകയും ചെയ്തപ്പോൾ അവർ ഓരോ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട അവരുടെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് അവർ പങ്കുവയ്ക്കുകയും ചെയ്തു. ഒപ്പം തന്നെ നിരവധി ആളുകൾ ഇത്തവണ വോട്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പരാമർശവും നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് പല ജനപ്രതിനിധികൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്, നിയമസഭയിലേക്കായാലും അല്ലെങ്കിൽ ലോക്സഭയിലേക്കായാലും പോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടോ കൃത്യമായ ഇടപെടലുകൾ ഈ നേതാക്കളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല. വോട്ടെടുക്കുമ്പോൾ മാത്രമാണ് ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായം കൂടി പലരും പങ്കുവെക്കുന്നുണ്ട്. ചില നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചു. ഇന്ന് രാവിലെ നമ്മൾ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നായിരുന്നു ഉണ്ടായിരുന്നത്. KSRTC ബസ് സ്റ്റാൻഡും ഒപ്പം തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ഒക്കെ തന്നെ ദീർഘകാലമായി വലിയ ശോചനാവസ്ഥ നേരിടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ വട്ടങ്ങളൊക്കെ തന്നെ വീണ ജോർജ് അടക്കം, നിലവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കം ഇവിടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി LDFിന്റെ സ്ഥാനാർത്ഥിയായി വന്നപ്പോഴൊക്കെ തന്നെ നേരിട്ട ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഈ ഒരു ശോചനീയാവസ്ഥ പരിഹരിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം വലിയ മഴയായിരുന്നു പത്തനംതിട്ട കേന്ദ്രീകരിച്ചുണ്ടായിരുന്നത്. ആ മഴയിൽ ഇന്ന് രാവിലെ നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ ആളുകൾക്ക് നടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ മുട്ടറ്റത്തോളം വെള്ളപ്പൊക്കത്തിലാണ് അവിടെ ബസ് സ്റ്റാൻഡ് പരിസരമുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പല ഒരു ഫ്ലൈ ഓവറിന്റെ പണി നടക്കുന്നുണ്ട്. അതൊക്കെ തന്നെ 2-3 വർഷമായി പുരോഗമിക്കുകയാണ്. ഇതുവരെയും അതും എങ്ങും എത്തിച്ചേരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥായി പരിഹാരം വേണമെന്നുള്ള ആവശ്യം ജനങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ ചൂടേറിയ വാശിയേറിയ പോരാട്ടം തന്നെയാണ് പത്തനംതിട്ടയെ സംബന്ധിച്ച് നടക്കുന്നത്. ഇന്ന് കേന്ദ്രമന്ത്രിമാരിവിടേക്ക് അനിൽ ആന്റണിയുടെ പ്രചരണത്തിനായി എത്തുന്നുണ്ട്. UDFിന്റെ പ്രചരണത്തിനായി നിരവധി നേതാക്കൾ എത്തുന്നുണ്ട്. LDFിന്റെ പ്രചരണത്തിനായി സംസ്ഥാന കമ്മിറ്റി നേതാക്കളും ഒപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി നേതാക്കളും ഒക്കെ തന്നെ ഇന്ന് മണ്ഡലത്തിലേക്ക് എത്തുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പത്തനംതിട്ടയെ സംബന്ധിച്ച്. ഒപ്പം തന്നെ ശബരിമല വിഷയമായിരുന്നു കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ ഊന്നൽ നൽകിയിരുന്നുവെങ്കിൽ പോലും തന്നെ ആ വിഷയങ്ങളൊന്നും തന്നെ ഇത്തവണ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് കാര്യങ്ങൾ, അതായത് വികസന പ്രശ്നങ്ങളും ഒപ്പം തന്നെ സർക്കാരിന്റെ ഒരു വിലയിരുത്തൽ കൂടിയായി ഇത്തവണത്തെ ഇലക്ഷൻ മാറുമെന്നുള്ളൊരു അഭിപ്രായമാണ് ജനങ്ങൾ പങ്കുവെക്കുന്നത്. അതാണ് മിഥുൻ, തെക്ക് നിന്നാണ് മിഥുൻ വോട്ടോട്ടം തുടങ്ങിയത്. അപ്പോൾ കൊല്ലത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യുകയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തു. എന്ത് കാര്യഗൗരവത്തോടെയാണ് അവർ വിഷയങ്ങളെ കാണുന്നതെന്നും ഇതുവരെയുള്ള അവരുടെ ജീവിതാനുഭവങ്ങളും എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് അവർ സംസാരിച്ചിരുന്നു. പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ മിഥുൻ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥികൾക്ക് അവരോട്
പറയാൻ നിരവധി വിഷയങ്ങളുണ്ടാകും, എതിർ പാർട്ടിയിലെ പ്രശ്നങ്ങളുണ്ടാകും, അത് ഓർമ്മിപ്പിക്കുന്നുണ്ടാകും. പക്ഷേ ജനങ്ങൾക്കിടയിലെ സംസാര വിഷയം ഏറ്റവും പ്രധാനമായും പത്തനംതിട്ടയിൽ നിൽക്കുന്നത് ഈ അടിസ്ഥാന സൗകര്യ വികസനം അത് തന്നെയാണോ? തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതായത് നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം കൊല്ലത്തും ഒപ്പം തന്നെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലൊക്കെ തന്നെ ഈ പര്യടനം നടത്തിയപ്പോൾ അവിടുത്തെ ജനങ്ങൾ പറയുന്നത് എംപിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഹൈമാസ്റ്റ് ലൈറ്റുകൾ മാത്രമാണ് സ്ഥാപിക്കുന്നത്, മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് അവർക്ക് ഊന്നൽ നൽകുന്നില്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പക്ഷേ അതെത്രത്തോളം കാര്യമാണ്, അല്ലെങ്കിൽ പദ്ധതി വിഹിതത്തിൽ ചില എംപിമാരെല്ലാം തന്നെ 100% അവരുടെ വിഹിതം മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അടിസ്ഥാന സൗകര്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് എന്നുള്ളത് തന്നെയാണ് പത്തനംതിട്ടയെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ മുതൽ തന്നെയാണ് നമ്മൾ ഇവിടുത്തെ ജനങ്ങളുമായി സംവദിക്കാൻ തുടങ്ങിയത്. അവരൊക്കെ പറയുന്ന കാര്യം, ചില പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്, അത് പക്ഷേ പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കോവിഡിന് ശേഷം നിരവധി പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പല മേൽപ്പാലങ്ങൾ പണിയുന്നുണ്ട്, റോഡ് പണികൾ പുരോഗമിക്കുന്നുണ്ട്, ബസ് സ്റ്റാൻഡിന്റെ നവീകരണങ്ങളുണ്ട്, ഒപ്പം തന്നെ സ്പോർട്സ് അക്കാദമിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, സ്റ്റേഡിയത്തിന്റെ പുനരുദ്ധാരണം നടക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ കാലങ്ങളായി നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതൊരു നിശ്ചിത സമയം നിജപ്പെടുത്തിക്കൊണ്ട് ഒരു 6 മാസ കാലാവധി അല്ലെങ്കിൽ അത്രയും കാലാവധി കൊണ്ട് പൂർത്തിയാക്കേണ്ട സ്റ്റേഡിയം അടക്കമുള്ള പരിപാടികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇങ്ങനെ കാലാകാലങ്ങളായി അനന്തമായി നീണ്ടുപോകുന്നു എന്നുള്ളൊരു വിമർശനമാണ് ഇവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഫ്ലൈ ഓവറിന്റെ ഒക്കെ നടക്കുന്നത് മൂലം തന്നെ ഗതാഗത തടസ്സം വലിയ രീതിയിൽ രൂക്ഷമാകുന്നുണ്ട്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബസ് സ്റ്റാൻഡിന്റെ അടിസ്ഥാന സൗകര്യം ശരി മിഥുൻ, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യങ്ങളിലേക്ക് നമ്മൾ